ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ബേസിക് ഓൾജിബ്രൈക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോയാണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ അഡീഷനുമുണ്ട്, കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത് Z1 പ്ലസ് Z2 ഈക്വൽ ടു Z2 പ്ലസ് Z1 ആണ് കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ അഡീഷൻ പറയുന്നത്. കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ മൾട്ടിപ്ലിക്കേഷൻ പറയുന്നത് Z1 Z2 ഈക്വൽ ടു Z2 Z1 ആണ്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പർ അഡീഷൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ്റെയും കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലോ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ പ്രൂഫ് കൂടെ പഠിക്കണം. എക്സാമിന് പ്രൂഫ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് ഇതായി കൊടുത്തേക്കുന്നത്. Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ x1, y1 എന്നും Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ x2, y2 എന്നെടുക്കുന്നു. നമുക്ക് ആദ്യത്തെ പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത് കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ അഡീഷൻ ആണ്. അതായത് Z1 പ്ലസ് Z2 എന്ന് പറയുന്നത് ഈക്വൽ ടു Z2 പ്ലസ് Z1 ആണെന്ന് ആദ്യത്തെ പാർട്ടിൽ പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത് കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് Z1 Z2 എന്ന് പറയുന്നത് ഈക്വൽ ടു Z2 Z1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം Z1 പ്ലസ് Z2 അതിലെ ആദ്യത്തെ നമുക്ക് പ്രൂവ് ചെയ്യാം. അതിന് Z1 പ്ലസ് Z2 എടുക്കുന്നു, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പം Z1 പ്ലസ് Z2, Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഇതാണ്, Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഇതാണ്. ഇതിനെ ആഡ് ചെയ്യുമ്പോൾ റിയൽ പാർട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നു, അപ്പോൾ x1 പ്ലസ് x2 വരും, ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുമ്പോൾ y1 പ്ലസ് y2 വരുന്നു. ഇനി ഇതിനകത്ത് ഈ x1 പ്ലസ് x2 എന്ന് പറയുന്നതും y1ഉം y2ഉം എല്ലാം റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഓർഡർ തിരിച്ചെഴുതാം. അപ്പോൾ ഈക്വൽ ടു x1 പ്ലസ് x2നെ തിരിച്ച് x2 പ്ലസ് x1 എന്ന് എഴുതി, y1 പ്ലസ് y2നെ തിരിച്ചെന്നെഴുതി y2 പ്ലസ് y1 എന്ന് എഴുതി. എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഇതിനെ നമുക്ക് ഓർഡേർഡ് പെയർ x2, y2 പ്ലസ് ഓർഡേർഡ് പെയർ x1, y1 എന്ന് എഴുതാം. ഓക്കെ, ഈ ഓർഡേർഡ് പെയർ x2, y2 പ്ലസ് ഓർഡേർഡ് പെയർ x1, y1നെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റെപ്പിലോട്ട് എത്തുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. x2, y2 എന്ന് പറഞ്ഞാൽ Z2 ആണ്, x1, y1 എന്ന് പറഞ്ഞാൽ Z1 ആണ്, ഈക്വൽ ടു എന്ത് കിട്ടി? Z2 പ്ലസ് Z1 കിട്ടി. അപ്പം നമുക്ക് Z1 Z2 എന്ന് പറയുന്നത് ഈക്വൽ ടു Z2 പ്ലസ് Z1 ആണെന്ന് കിട്ടി. അപ്പം കോംപ്ലക്സ് നമ്പർ അഡീഷൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താ തെളിയിക്കേണ്ടത്? Z1 Z2 എന്ന് പറയുന്നത് ഈക്വൽ ടു Z2 Z1 ആണെന്ന് തെളിയിക്കണം. അപ്പോൾ Z1 Z2 എന്ന് പറയുമ്പോൾ എന്താണ്? ഓർഡേർഡ് പെയർ x1, y1 ഇൻറ്റു എന്ത് വരും? x2, y2 വരും. ഇതിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? x1 x2 മൈനസ് y1 y2 ആദ്യത്തെ പേര്, x1 y2 പ്ലസ് y1 x2 രണ്ടാമത്തെ പേര്. തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഈ x1 x2 y1 y2 എല്ലാം കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് ഇതിനെല്ലാം നമുക്ക് ഓർഡർ തിരിച്ചെഴുതാം. x1 x2നെ x2 x1 എന്ന് എഴുതി, മൈനസ് y1 y2നെ y2 y1 എന്ന് എഴുതി, x1 y2നെ y2 x1 എന്ന് എഴുതി, പ്ലസ് y1 x2നെ x2 y1 എന്ന് എഴുതി. ഇത് ശരിക്കും എങ്ങനെയാണ് കിട്ടുന്നത്? ഇതിനെ നമുക്ക് കിട്ടാൻ വേണ്ടി ഓർഡേർഡ് പേർ x2, y2 ഇൻറ്റു x1, y1 ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്. അപ്പം x2 y2 എന്ന് പറഞ്ഞാൽ ആരാണ്? Z2 ആണ്, x1 y1 Z1 ആണ്. അപ്പം നമുക്ക് Z1 Z2നെ ഈക്വൽ ടു എത്ര കിട്ടി? Z2 Z1 കിട്ടി. എന്ന് പറയുമ്പോൾ എന്താണ്? അഡീഷൻ്റെ കേസിൽ ഏത് ലോ സാറ്റിസ്ഫൈ ചെയ്തു? കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോയുടെ പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ അഡീഷൻ്റെ പ്രൂഫും കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രൂഫുമാണ് ഇത്. പ്രൂഫ് എഴുതി പഠിച്ചോണം. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിൽ പ്രൂഫ് എഴുതാനായിട്ട് ചോദിക്കും. ഈ ലോസുകളുടെ പ്രൂഫ് ചോദിച്ചാൽ ഇങ്ങനെ വേണം എഴുതാനായിട്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത രണ്ടാമത്തെ പ്രോപ്പർട്ടി അസോസിയേറ്റീവ് ലോ ആണ്. അസോസിയേറ്റീവ് ലോയും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലുമുണ്ട്, അഡീഷൻ്റെ കേസിലുമുണ്ട്. അഡീഷൻ്റെ കേസിലെ ലോ പറയുന്നത് Z1 പ്ലസ് Z2 പ്ലസ് Z3 എന്ന് പറയുന്നതിനെ നമുക്ക് Z1 പ്ലസ് Z2 പ്ലസ് Z3 എന്ന് എഴുതിയാലും സെയിം ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ പറയുന്നത് Z1 Z2 ഇൻറ്റു Z3 എന്ന് പറയുന്നത് ഈക്വൽ ടു Z1 ഇൻറ്റു Z2 Z3 ആയിരിക്കും. ഓക്കെ, അഡീഷൻ്റെ അസോസിയേറ്റീവ് ലോ അഡീഷൻ്റെ കേസിലും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് എത്ര കോംപ്ലക്സ് നമ്പർ എടുക്കണം? 3 കോംപ്ലക്സ് നമ്പർ എടുക്കണം. ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും കിട്ടുന്ന റിസൾട്ട് സെയിം ആണ്. അതേപോലെ ഏത് ഓർഡർ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. ഇതാണ് അസോസിയേറ്റീവ് ലോ ഫോർ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും പറയുന്നത്. അതിൻ്റെയും പ്രൂഫ് നമ്മൾ പഠിച്ചു വെക്കണം. നോക്കിയട്ടെ, അതിൻ്റെ പ്രൂഫ് നോക്കിയട്ടെ. അസോസിയേറ്റീവ് ലോ ഫോർ അഡീഷൻ്റെ പ്രൂഫാണ് ആദ്യം കൊടുത്തേക്കുന്നത്. അപ്പം അഡീഷൻ്റെ പ്രൂഫ് പറയാനായാലും മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രൂഫ് പറയാനായാലും നമ്മൾ ആദ്യം 3 കോംപ്ലക്സ് നമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നു.
ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ Z1 എടുക്കുന്നു. Z1 ഈക്വൽ ടു x1 പ്ലസ് IY1 എന്ന് എടുക്കുന്നു. ഓക്കെ, Z1 ഈക്വൽ ടു x1 പ്ലസ് IY1. രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ Z2നെ നമ്മൾ x2 പ്ലസ് IY2 എന്ന് എടുക്കുന്നു. മൂന്നാമത്തെ കോംപ്ലക്സ് നമ്പർ Z3യെ നമ്മൾ x3 പ്ലസ് IY3 എന്ന് എടുക്കുന്നു. ഓക്കെ, അസോസിയേറ്റീവിലോ അഡീഷൻ്റെ കേസിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ആദ്യം Z1 പ്ലസ് Z2 എഴുതണം. അപ്പം ഇത് Z1 x1 പ്ലസ് IY1, ഇത് Z2 x2 പ്ലസ് IY2. രണ്ട് കോംപ്ലക്സ് നമ്പറിനെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ടിനെ ആദ്യം ആഡ് ചെയ്യണം. അപ്പം x1 പ്ലസ് x2 ആദ്യം ആഡ് ചെയ്തു, അതൊരു ബ്രാക്കറ്റിൽ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഇമാജിനറി പാർട്ടായ IY1ഉം IY2ഉം കൂടാണ് ആഡ് ചെയ്യേണ്ടത്. അവിടെ രണ്ടിടത്തും I ഉള്ളതുകൊണ്ട് I നമ്മൾ കോമൺ ആയിട്ട് നിർത്തിയിട്ട് I ഇൻറ്റു y1 പ്ലസ് y2 എഴുതി. അങ്ങനെ നമുക്ക് Z1 പ്ലസ് Z2 കിട്ടി. ഇതിന് അതിനോടുകൂടി നമ്മൾ എന്ത് കിട്ടണം? Z3 ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റിൽ Z1 പ്ലസ് Z2ൻ്റെ റിസൾട്ട് അതേപോലെ എഴുതി, പ്ലസ് എന്തെഴുതി? Z3 എഴുതി. അപ്പം ഇത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിയൽ പാർട്ടായ x1 പ്ലസ് x2 പ്ലസ് x3 ആദ്യം ആഡ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഇമാജിനറി പാർട്ടായ I ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് IY3 ആണ് ആഡ് ചെയ്യേണ്ടത്. രണ്ടിടത്തും I കോമൺ ആയിട്ടുള്ള I വെളിയിൽ നിർത്തുന്നു. ബ്രാക്കറ്റിൽ y1 പ്ലസ് y2 പ്ലസ് y3 എഴുതുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ബ്രാക്കറ്റ് ഇല്ലാതെ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് I ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് y3 എന്നത് ഇക്വേഷൻ നമ്പർ 1 കിട്ടി. അത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കിട്ടി. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 2 റൈറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. റൈറ്റ് സൈഡ് കാണാൻ വേണ്ടി ആദ്യം ഇത് കണ്ടുപിടിക്കണം. Z2 പ്ലസ് Z3 കാണുന്നു. അപ്പം Z2 പ്ലസ് Z3 ഇതാ. Z2 എന്ന് പറഞ്ഞാൽ അപ്പോൾ Z2 പ്ലസ് Z3 കാണാൻ വേണ്ടി നമ്മൾ ആദ്യം ഇവിടെ Z2 എഴുതും. Z2 എന്ന് പറഞ്ഞാൽ x2 പ്ലസ് IY2 ആണ്. പ്ലസ് Z3 എന്ന് പറഞ്ഞാൽ x3 പ്ലസ് IY3 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ ആഡ് ചെയ്യുമ്പോൾ ആദ്യം റിയൽ പാർട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ x2 പ്ലസ് x3 ഒരു ബ്രാക്കറ്റ്. ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുമ്പോൾ IY2ഉം IY3യും കൂടാണ് ആഡ് ചെയ്യേണ്ടത്. I കോമൺ ആയിട്ടുള്ളതുകൊണ്ട് I കോമൺ ആയിട്ട് നിർത്തിയിട്ട് ബ്രാക്കറ്റിൽ y2 പ്ലസ് y3. ഇവിടെ Z1 അതേപോലെ എഴുന്നേൽപ്പുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ റിയൽ പാർട്ട് x1, ഈ റിയൽ പാർട്ട് x2 പ്ലസ് x3യുമായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ x2 പ്ലസ് x3ക്ക് ബ്രാക്കറ്റ് കൊടുക്കണം. പിന്നത്തെ ഇവിടുത്തെ ഇമാജിനറി പാർട്ട് IY1ഉം ഇവിടുത്തെ ഇമാജിനറി പാർട്ട് I ഇൻറ്റു y2 പ്ലസ് y3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ I കോമൺ ആയിട്ട് രണ്ടിടത്തും ഉള്ളതുകൊണ്ട് I ഇൻറ്റു ഐയുടെ ബ്രാക്കറ്റിൽ y1 പ്ലസ് y2 പ്ലസ് y3. ഇവിടെ ബ്രാക്കറ്റ് ഇല്ലാതെ എഴുതും. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 വരും. ഇവിടെ y1 പ്ലസ് y2 പ്ലസ് y3. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1ൻ്റെയും 2ൻ്റെയും റൈറ്റ് സൈഡ് സെയിം ആണ്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് നമുക്ക് സെയിം ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ Z1 പ്ലസ് Z2 പ്ലസ് Z3 എന്ന് പറയുന്നത് ഈക്വൽ ടു Z1 പ്ലസ് Z2 പ്ലസ് Z3 ആയിരിക്കും. അപ്പം അസോസിയേറ്റീവിലോ അഡീഷൻ്റെ കേസിൽ കോംപ്ലക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്തു. അതിൻ്റെ പ്രൂഫാണ് ഈ എഴുതിയത്. ഓക്കെ, ഇനിയും ഇതേപോലെ അസോസിയേറ്റീവ് ലോ ഫോർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രൂഫ് വേണം. തെളിയിക്കേണ്ടത് ഇതാണ്. Z1 Z2 ഇൻറ്റു Z3 എന്ന് പറയുന്നത് ഈക്വൽ ടു Z1 Z2 Z3 എന്ന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കുന്നു. Z1 Z2 എടുക്കുന്നു. Z1 Z2 Z1നെ x1 പ്ലസ് IY1 ഇൻറ്റു x2 പ്ലസ് IY2. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന റിസൾട്ട് നമുക്കറിയാം. x1 x2 മൈനസ് y1/2 പ്ലസ് I ഇൻറ്റു x1 y2 പ്ലസ് y1 x2 ആണ്. ഇനി ഈ Z1 Z2നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു Z3. അപ്പോൾ Z1 Z2 അതേപോലെ എഴുതും. ഇൻറ്റു Z3 എന്നാണ് x3 പ്ലസ് IY3 ആണ്. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? ഈ ബ്രാക്കറ്റിനെ ആദ്യം x3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x3 ഇൻറ്റു x1 x2 മൈനസ് y1/2. ഇനി വീണ്ടും ഈ ബ്രാക്കറ്റിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? അല്ല, ഈ ടേമിനെ, ഈ രണ്ടാമത്തെ ടേമിനെ x3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? ഇതേ ഇൻറ്റു IX3 വരും. ഇതാണ് IX3 ഇൻറ്റു ആ ബ്രാക്കറ്റ് വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ IY3 കൊണ്ട് ഈ ബ്രാക്കറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം IY3 ഇൻറ്റു ആ ബ്രാക്കറ്റ് വന്നു. ഇനി IY3 ഇൻറ്റു ഈ ടേം വരും. അപ്പോൾ അവിടെ I ഇൻറ്റു I സ്ക്വയർഡ് വരുമ്പോൾ I സ്ക്വയർഡ് y3 ഇൻറ്റു ഈ ബ്രാക്കറ്റ് വന്നു. ഓക്കെ, അപ്പോൾ ടേം ബൈ ടേം ആയിട്ടോടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ടേം ബൈ ടേം ആയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ആദ്യത്തെ ടേം ദാ x3 x1 x2 ദാ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അതിനുശേഷം മൈനസ് x3 y1 y2 ദാ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അടുത്തത് IX3 x1/2 ദാ എഴുതിയിട്ടുണ്ട്. IX3 x1 y2. പിന്നെ IX3 y1 x2. അവിടെ I ദാ വെളിയിൽ കോമൺ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ അതിനെ ഈ ഒരു രീതിയിൽ എഴുതി കാണിക്കാമേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ഈ ബ്രാക്കറ്റിനെ ടേം ബൈ ടേം ആയിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തു. ആദ്യത്തെ ടേം x3 x1 x2 വരും. അടുത്തതോ മൈനസ് x3 y1 y2 വരും. അടുത്ത ടേം I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I ഇൻറ്റു x3 x1 y2 വരും. വീണ്ടും I കൊണ്ടാകുമ്പോഴോ പ്ലസ് I ഇൻറ്റു x3 y1 x2 വരും. ഓക്കെ ആണോ?
ഇനി ഇവിടെ ഐ കൊണ്ടാകുമ്പോഴോ +i × y3 x1 x2 വരും. ഓക്കെ, അടുത്തത് -i y3 × y1 y2 വരും. ഇവിടെ i² -1 ആവുമല്ലോ. അപ്പം -y3 × x1 y2 വരും. വീണ്ടും -y3 × y1 x2 ആവും. എല്ലാ ടൈമിനെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഐ ഇല്ലാത്ത ടൈമിനെ എല്ലാം കൂടെ ഒരു ബ്രാക്കറ്റിലാക്കി. അപ്പോൾ ആരൊക്കെ ഒരു ബ്രാക്കറ്റ് വരും? x3 x1 x2 -x3 y1 y2. പിന്നെ ഇതിനകത്ത് ഐ ഇല്ലാത്ത ടൈം ഇതാ -y3 x1 y2 -y3 y1 x2. ഇതാ ഐ ഇല്ലാത്ത ടൈം എല്ലാം കൂടെ ഒരു ബ്രാക്കറ്റിലാക്കി. ബാക്കിയുള്ള എല്ലാ ടൈമിനകത്തും ഐ ഉണ്ട്. ഐ കോമൺ ആയിട്ട് നിർത്തിയിട്ട് x3 x1 y2 x3 y1 x2 പിന്നെ y3 x1 x2 ലാസ്റ്റിലെത്തത് -y3 y1 y2. ഇതാ ഐയുടെ ബ്രാക്കറ്റ് ഈ ടൈം കിട്ടി. അപ്പം നമ്മളെ ഐ ഉള്ളതെല്ലാം കൂടെ ഒരു ബ്രാക്കറ്റിലും ഐ ഇല്ലാത്ത എല്ലാം കൂടെ ഒരു ബ്രാക്കറ്റിലും ആക്കി z1 z2 × z3 റിസൾട്ട് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് റൈറ്റ് സൈഡ് കണ്ടുപിടിക്കണം. റൈറ്റ് സൈഡ് കാണണമെങ്കിൽ ആദ്യം z2 z3 കാണാം. z2 എന്ന് പറയുന്നത് x2 + i y2 × z3 x3 + i y3. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. x2 x3 - y2 y3 + i × x2 y3 + y2 x3 വരും. ഇതിനെ ആരുമായിട്ട് ഗുണിക്കണം? x1 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം x1 + i y1 × ഈ ബ്രാക്കറ്റിനെ നമ്മൾ അതേപോലെ എഴുതി. ഇനി എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? x1 × ഈ ബ്രാക്കറ്റ് അതേപോലെ എഴുതി. പിന്നെ x1 × ഈ ബ്രാക്കറ്റ്. അപ്പോൾ i x1 × ഈ ബ്രാക്കറ്റ്. പിന്നെ i y1 × ഈ ബ്രാക്കറ്റ്. പിന്നെ i² y1 × ഈ ബ്രാക്കറ്റ് വരും. i² y1 × ഈ ബ്രാക്കറ്റ് വരും. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ടേം ബൈ ടേം ആയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ എന്ത് വരും? x1 x2 x3 വരും ആദ്യത്തെ ടേം. അടുത്തത് -x1 y2 y3 വരും. അടുത്തത് +i x1 × x2 y3 വരും. അടുത്തത് +i x1 × y2 x3 വരും. അടുത്തത് ഇവിടെ ആകുമ്പോഴോ i y1 × x2 x3 വരും. ഇത് -i y1 × y2 y3 വരും അല്ലേ. ഇവിടെ i² മൈനസ് ആണ്. അപ്പം -y1 × x2 y3 വരും. ഇവിടെ മൈനസ് വരും. -y1 × y2 x3 വരും. എങ്ങനെ അറേഞ്ച് ചെയ്യണം? ഐ ഇല്ലാത്ത പാട്ട് ഒരു ബ്രാക്കറ്റ്. അപ്പം x1 x2 x3 -x1 y2 y3. പിന്നെ ഐ ഇല്ലാത്തത് -y1 x2 y3 -y1 y2 x3. ഇതാ ഐ ഇല്ലാത്ത എല്ലാം കൂടെ ഒരു ബ്രാക്കറ്റ് എഴുതി. ഇനി ഐ ഉള്ളതിനകത്തുനിന്ന് ഐ കോമൺ എടുത്ത ബ്രാക്കറ്റ് എന്തൊക്കെ വരും? ഇതാ x1 x2 y3 പിന്നെ x1 y2 x3 പിന്നെ y1 x2 x3 പിന്നെ മൈനസ് വരും -y1 y2 y3. ഇതാ കിട്ടി ഐ ഉള്ളത്. അപ്പം ഐ ഉള്ളതെല്ലാം കൂടെ ഒരു ബ്രാക്കറ്റിലും ഐ ഇല്ലാത്തതും കൂടെ ഉള്ള ഒരു ബ്രാക്കറ്റിലും ആക്കി. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുന്നു. ഇക്വേഷൻ നമ്പർ 1 തൊട്ട് മുമ്പ് എഴുതി, ഇക്വേഷൻ നമ്പർ 2 എഴുതി. ഇക്വേഷൻ നമ്പർ 1-ൻ്റെയും 2-ൻ്റെയും റൈറ്റ് സൈഡ് എങ്ങനെയാണ്? സെയിം ആണ്. അതുകൊണ്ട് അതിൻ്റെ രണ്ടിന് ലെഫ്റ്റ് സൈഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ലെഫ്റ്റ് സൈഡ് എന്താണ്? ഇതാ ഇവിടെ z1 × z2 z3 വരും. ഇവിടെ z1 z2 × z3 z3 വരും അല്ലേ. അപ്പോൾ ഇത് രണ്ടും സെയിം ആയില്ലേ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ് ലോ ഫോർ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അപ്പം അസോസിയേറ്റീവ് ലോ ഫോർ അഡീഷൻ്റെ പ്രൂഫും പഠിച്ചു വെച്ചോണം. അസോസിയേറ്റീവ് ലോ ഫോർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രൂഫും പഠിച്ചു വെച്ചോണം. അപ്പം ഇത് രണ്ടുമാണ് അസോസിയേറ്റീവ് ലോയുടെ പ്രൂഫ്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത് z × z1 + z2 നമുക്ക് z1 + z2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രൂഫ് ഇതാ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൂഫ് അല്ലാതെയും നമുക്ക് പ്രൂഫ് എഴുതാം. z-നെ നമ്മൾ x, y എന്നെടുക്കുന്നു. z1-നെ നമ്മൾ ഓർഡേർഡ് പെയർ x1, y1. z2-നെ ഓർഡേർഡ് പെയർ x2, y2. ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് z × z1 + z2 അല്ലേ. z എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ x, y ആണ്. z1 z2 എന്നാണ്. ഇതിൻ്റെ റിയൽ പാർട്ട് സെപ്പറേറ്റ് ആടുമ്പോൾ x1 + x2 വരും, ഇമാജിനറി പാർട്ട് ആടുമ്പോൾ y1 + y2 വരും. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x × x1 + x2 വരും, y × y1 + y2. മൊത്തത്തിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x1 + x2 വരും. അതേപോലെ +y y1 + y y2 വരും. ഇത് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ് പിടിക്കേണ്ടത്?
ഇസഡ് ഇസഡ് വൺ പ്ലസ് ഇസഡ് ഇസഡ് ടു അല്ലേ. ഇസഡ് ഇസഡ് വൺ വെച്ചാൽ എക്സ് വൈ ഇൻറ്റു എക്സ് വൺ വൈ വൺ വരും. ഇസഡ് ഇസഡ് ടു ആകുമ്പോഴോ എക്സ് വൈ ഇൻറ്റു എക്സ് ടു വൈ ടു. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എക്സ് എക്സ് വൺ പ്ലസ് വൈ വൈ വൺ വരും ഇതിൻ്റെ പാർട്ട്. ഇതോ എക്സ് എക്സ് ടു പ്ലസ് വൈ വൈ ടു. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയും കിട്ടി. അവിടെ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആയതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ തന്നെ പ്രൂഫ് നിങ്ങൾക്ക് മറ്റേ രീതിയിൽ ഞാൻ എഴുതി കാണിക്കാം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഇസഡ് വൺ ഇൻറ്റു ഇസഡ് ടു പ്ലസ് ഇസഡ് ത്രീ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ആർ എച്ച് എസിൻ്റെ സൈഡേ വന്നുള്ളൂ. ഇവിടെ എൽ എച്ച് എസിൻ്റെ ഡിസ്ട്രിബ്യൂട്ടീവിലോ ഇതാ എടുക്കുന്നത്. നോക്കിയട്ടെ, നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ പ്രൂഫേ നോക്കിയട്ടെ. ഇസഡ് വൺ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ പ്രൂഫ് ഇതാ നമ്മളിങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവിലോ. ഇസഡ് ഇൻറ്റു ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു എന്നല്ലേ പറഞ്ഞേ. ഇസഡ് ഇൻറ്റു ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു അല്ലേ. ഇസഡ് ഇൻറ്റു ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ഈക്വൽ ടു ഇസഡ് ഇസഡ് വൺ പ്ലസ് ഇസഡ് ഇസഡ് ടു എന്നല്ലേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറഞ്ഞത്. ഇത് മാറ്റിയിട്ട് നമ്മൾ ഇസഡിൻ്റെ സ്ഥാനത്ത് ഇസഡ് വൺ ഇസഡ് ടു കൊടുത്താൽ ഈ ലോ എങ്ങനെ എഴുതാം? ഇസഡ് വൺ ഇൻറ്റു ഇസഡ് ടു പ്ലസ് ഇസഡ് ത്രീ. ഓക്കെ, ഇസഡ് വൺ ഇൻറ്റു ഇസഡ് ടു പ്ലസ് ഇസഡ് ത്രീ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അനുസരിച്ച് എങ്ങനെ എഴുതാം? ഇസഡ് വൺ ഇസഡ് ടു പ്ലസ് ഇസഡ് വൺ ഇസഡ് ത്രീ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ പ്രൂഫ് എക്സാമിന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള പ്രൂഫ് നിങ്ങളങ്ങ് പഠിച്ചു വെക്കുക. അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമേ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാണാൻ ആദ്യം ഇസഡ് ടു പ്ലസ് ഇസഡ് ത്രീ കാണുന്നു. ഇസഡ് ടുവിൻ്റെ റിയൽ പാർട്ടും ഇസഡ് ത്രീയുടെ റിയൽ പാർട്ട്. ഇസഡ് ടു എന്ന് വെച്ചാൽ എന്താണ്? ഇസഡ് ടു എന്ന് വെച്ചാൽ എക്സ് ടു പ്ലസ് ഐ വൈ ടു ആണ് ഇസഡ് ടു. പ്ലസ് ഇസഡ് ത്രീയോ ഇസഡ് ത്രീ എന്ന് പറഞ്ഞാൽ എക്സ് ത്രീ പ്ലസ് ഐ വൈ ത്രീ ആണ്. ഓക്കെ, എക്സ് ത്രീ പ്ലസ് ഐ വൈ ത്രീ. റിയൽ പാർട്ട് ആഡ് ചെയ്യുമ്പോൾ എക്സ് ത്രീ പ്ലസ് വൈ വൈ ത്രീ എക്സ് ടു പ്ലസ് എക്സ് ത്രീ വരും റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ടോ ഐ ഇൻറ്റു വൈ ടു പ്ലസ് വൈ ത്രീ വരും. ഇതാണ് ഇസഡ് ടു പ്ലസ് ഇസഡ് ത്രീ. അതിനെ നമ്മൾ ഏതുമായിട്ട് മൾട്ടിപ്ലൈ ആണ്? ഇസഡ് വണ്ണുമായിട്ട്. ഇസഡ് വൺ എന്താണ്? എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ഇൻറ്റു ഇസഡ് ടു പ്ലസ് ഇസഡ് ത്രീ എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന അറിയാമല്ലോ. എക്സ് വൺ ഇൻറ്റു എക്സ് ടു പ്ലസ് എക്സ് ത്രീ ആദ്യത്തെ ടൈം വരും. അടുത്ത ടൈമോ എക്സ് വൺ ഇൻറ്റു ഐ ഇൻറ്റു വൈ ടു പ്ലസ് വൈ ത്രീ രണ്ടാമത്തെ ടൈം. പിന്നെ ഐ വൈ വൺ ഇൻറ്റു എക്സ് ടു പ്ലസ് എക്സ് ത്രീ മൂന്നാമത്തെ ടൈം. പിന്നെ ഐ വൈ വൺ ഇൻറ്റു ഐ, അപ്പോൾ ഐ സ്ക്വയർഡ് വൈ വൺ ഇൻറ്റു വൈ ടു പ്ലസ് വൈ ത്രീ നാലാമത്തെ ടൈം. ഇനി നമ്മളിതിനെ എന്ത് ചെയ്യണം? ടേം ബൈ ടേം ആയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ടേം ബൈ ടേം ആയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരും? ഇത് എക്സ് വൺ എക്സ് ടു വരും. അടുത്ത ടൈമോ എക്സ് വൺ എക്സ് ടു. അടുത്ത ടൈം എക്സ് വൺ എക്സ് ത്രീ വരും. അടുത്ത ടൈം ഐ എക്സ് വൺ ഇൻറ്റു വൈ ടു വരും. ഐ എക്സ് വൺ ഇൻറ്റു വൈ ടു വരും. അടുത്ത ടൈം ഐ എക്സ് വൺ ഇൻറ്റു വൈ ത്രീ വരും അടുത്ത ടൈം. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഐ വൈ വൺ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ അങ്ങ് എഴുതുവാണേ. പ്ലസ് ഐ വൈ വൺ ഇൻറ്റു എക്സ് ടു വരും. അടുത്തതോ പ്ലസ് ഐ വൈ വൺ ഇൻറ്റു എക്സ് ത്രീ വരും അടുത്ത ടൈം. പിന്നെ ഐ സ്ക്വയർഡിൻ്റെ വാല്യൂ മൈനസ് വൺ ആയതുകൊണ്ട് അടുത്ത ടൈം മൈനസ് വൈ വൺ വൈ ടു വരും. അടുത്തത് മൈനസ് വൈ വൺ വൈ ത്രീ വരും. അപ്പോൾ റിയൽ പാർട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൺ എക്സ് ടു പ്ലസ് എക്സ് വൺ എക്സ് ത്രീ പിന്നെ മൈനസ് വൈ വൺ ബൈ ടു മൈനസ് വൈ വൺ ബൈ ത്രീ. ഇതാ ഈ റിയൽ പാർട്ടെല്ലാം കൂടെ ഒരു ബ്രാക്കറ്റിൽ. പിന്നെ ഇമാജിനറി പാർട്ടിന് മുമ്പായിട്ട് ഐ ഇടുന്നു. ഐ ഇൻറ്റു ഐയുടെ ബ്രാക്കറ്റിലോ എക്സ് വൺ ബൈ ടു പ്ലസ് എക്സ് വൺ ബൈ ത്രീ വരും. പിന്നെ ഐയുടെ ബ്രാക്കറ്റിൽ വൈ വൺ എക്സ് ടു പ്ലസ് വൈ വൺ എക്സ് ത്രീ വരും. ഇത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി. ഇക്വേഷൻ നമ്പർ 1 എന്ന് കിട്ടി. ഇനി ഡിസ്ട്രിബ്യൂട്ടീവിലൂടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് വെച്ചാൽ എന്താണ് കിട്ടുന്നത്? ഇസഡ് വൺ ഇസഡ് ടു പ്ലസ് ഇസഡ് വൺ ഇസഡ് ത്രീ കിട്ടണം. അപ്പം ഇസഡ് വൺ ഇസഡ് ടു നമ്മൾ ഓൾറെഡി ഈ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഇസഡ് വൺ ഇസഡ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ഇൻറ്റു എന്ത് വരും? എക്സ് ടു പ്ലസ് ഐ വൈ ടു. എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ഇൻറ്റു എക്സ് ടു പ്ലസ് ഐ വൈ ടുവിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇസഡ് വൺ ഇസഡ് ടു ഇങ്ങനെ കിട്ടുന്നത്. ഈ റിസൾട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. ഇനി ഇസഡ് വൺ ഇസഡ് ത്രീ എങ്ങനെ കിട്ടുന്നത്? എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ഇൻറ്റു എന്ത് വരും? എക്സ് ത്രീ പ്ലസ് ഐ വൈ ത്രീ. എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ഇൻറ്റു എക്സ് ത്രീ പ്ലസ് ഐ വൈ ത്രീ. അതായത് ഈ റിസൾട്ടിനകത്ത് എക്സ് ടു വരുന്നിടത്തെല്ലാം എക്സ് ത്രീ കൊടുക്കണം, വൈ ടു വരുന്നിടത്തെല്ലാം വൈ ത്രീ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇസഡ് വൺ ഇസഡ് ത്രീ കിട്ടും. ഇനി ഡിസ്ട്രിബ്യൂട്ടീവിലൂടെ റൈറ്റ് സൈഡ് കിട്ടാൻ ഇസഡ് വൺ ഇസഡ് ടു പ്ലസ് ഇസഡ് വൺ ഇസഡ് ത്രീ അല്ലേ. അപ്പം ഇതിൻ്റെ റിയൽ പാർട്ട് ഇതാണ്. ഇത് രണ്ടും കൂടെ നിങ്ങൾ പ്ലസ് ചെയ്ത് വെക്കുക. അതായത് എക്സ് വൺ എക്സ് ടു മൈനസ് വൈ വൺ വൈ ടു പ്ലസ് എക്സ് വൺ എക്സ് ത്രീ മൈനസ് വൈ വൺ വൈ ത്രീ. പിന്നെ അതിൻ്റെ റിയൽ ഇമാജിനറി പാർട്ട് അല്ലേ, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. ഐ കോമൺ ആയിട്ട് നിർത്തുന്നു. അപ്പോൾ എക്സ് വൺ വൈ ടു പ്ലസ് വൈ വൺ എക്സ് ടു പ്ലസ് എക്സ് വൺ വൈ ത്രീ പ്ലസ് വൈ വൺ എക്സ് ത്രീ. ഇതാ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു.
ഇക്വേഷൻ നമ്പർ 1ന്റെ ഇക്വേഷൻ നമ്പർ 2ന്റെ റൈറ്റ് സൈഡ് എഴുതിയേക്കുന്നതാണ് സെയിം ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം നമുക്ക് എന്താ പറയുക, Z1 ഇൻറ്റു Z2 പ്ലസ് Z3 ഈക്വൽ ടു Z1 Z2 പ്ലസ് Z1 Z3 എന്ന് പറയാൻ സാധിക്കും. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഈ റിസൾട്ട് അങ്ങ് എന്ത് ചെയ്യുക, ഈ പ്രൂഫ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അഥവാ എക്സാമിന് നിങ്ങൾക്ക് ഇതാണ് പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നതെങ്കിലോ, പ്രൂവ് ദാറ്റ് Z ഇൻറ്റു Z1 പ്ലസ് Z2 ഈക്വൽ ടു Z1 പ്ലസ് Z2 എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് മാത്രം മാറ്റിയാൽ മതി? ഇവിടുത്തെ Z1ന്റെ പ്ലേസ് നിങ്ങൾ അങ്ങ് എന്താക്കിയാൽ മതി? Z ആക്കിയാൽ പോരെ. അപ്പോൾ Z1ന്റെ പ്ലേസിൽ Z ആക്കുമ്പോൾ Z-നെ നിങ്ങൾ എങ്ങനെ എടുക്കണം? Z-നെ നിങ്ങൾ X പ്ലസ് IY എന്ന് മാത്രം ചൂസ് ചെയ്താൽ മതി, വേറെ ഒന്നും മാറ്റം വരത്തില്ല. നിങ്ങൾ അത് സ്വന്തമായിട്ടൊന്ന് എഴുതി പഠിച്ചോണേ. അഥവാ എക്സാമിന് ഈ Z ഇൻറ്റു Z1 പ്ലസ് Z2 ഈക്വൽ ടു Z1 പ്ലസ് Z2 എന്നാണ് എക്സാമിന് ബൈ ചാൻസ് ചോദിക്കുന്നത് എങ്കിൽ അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഈ പഠിച്ച ഡിസ്ട്രിബ്യൂട്ടീവിലൂടെ Z1 മാറ്റി നിങ്ങളവിടെ എന്താക്കണം? Z ആക്കി എഴുതി പഠിക്കണം. അപ്പോൾ Z-ന് പകരം നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ? X പ്ലസ് IY എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതേപോലെ നിങ്ങൾ ആ റിസൾട്ട് ഒന്ന് സ്വന്തമായിട്ട് എഴുതി പഠിച്ചോണം. ഓക്കെ, ഇതാണ് 3 ഓൾജിബ്രായിക് പ്രോപ്പർട്ടീസ് പറഞ്ഞ്. ഇനി നമുക്ക് 2 എണ്ണം കൂടെ പഠിക്കാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം കമ്മ്യൂട്ടേറ്റീവിലോ അസോസിയേറ്റീവിലോ ഡിസ്ട്രിബ്യൂട്ടീവിലോ ഇതിൻ്റെ 3ന്റെയും അഡീഷൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ്റെയും പ്രൂഫ് എഴുതി പഠിച്ചോണം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ എങ്കിൽ